ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് മത്തി വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സഡ് ജാറിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നേരത്തെ കൃഷി ചെയ്ത മിക്സിയുടെ ജാറൊന്ന് വാഷ് ചെയ്തിട്ട് അല്പം വെള്ളവും കൂടി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കിലോ മത്തിക്കുള്ള മസാലയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കണം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ച മത്തി നമുക്ക് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മത്തി നന്നായിട്ട് മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു അല്പനേരം വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്കൊരു അല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ മത്തിയായിട്ട് നമുക്ക് പാനിലോട്ട് വെച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അല്പനേരം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തിയുടെ മേൽഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് മൂടി ഒന്ന് തുറന്നതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് കൊടുത്ത് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുന്ന സമയത്ത് മത്തിയുടെ മേൽഭാഗമൊക്കെ ആ സ്റ്റീമിൽ തന്നെ കുക്കായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് നല്ല തീയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഒരു അടിപൊളി മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.